ഇത് രാജ്കോട്ടിലെ സഹജാനന്ദ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. നമ്മൾ പുറത്ത് നോക്കിയ ഒരു ഹോട്ടലിൻ്റെ ഒരു മട്ടും ഭാവമൊന്നും ഇല്ലെങ്കിലും ഇതൊരു ഭയങ്കര തിരക്കേറിയൊരു ഹോട്ടലാണ്. ഇത് പുറത്ത് കണ്ട ഒരു കോട്ട പോലെ അല്ലെങ്കിൽ കൊട്ടാരം പോലെയൊക്കെ തോന്നും. ഇതിന് വലിയൊരു കവാടമുണ്ട്. ആ കവാടത്തിലെ വാതിലിനകത്തൂടെ നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിച്ചു. ഇതൊരു ഹോട്ടലാണെന്ന് ഞങ്ങൾക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായിട്ടില്ലായിരുന്നു കേട്ടോ. കൂടെ ഉണ്ടായിരുന്ന നമ്മളുടെ സാഗറാണ് നമ്മളെ ഇത് പരിചയപ്പെടുത്തുന്നത്. ഗുജറാത്തിലുള്ള ആൾ തന്നെയാണ്. ഇവിടെ ചെന്നിട്ട് നമ്മൾ ആദ്യം കൂപ്പൺ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാമെന്ന് ഒരു ടിക്കറ്റിന് 450 രൂപ വില വരുന്നുണ്ട്. ഈ 450 രൂപ കൊടുത്താലേ നമ്മളെ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇതാണ് ടിക്കറ്റ്. ഈ ടിക്കറ്റിൽ ഞങ്ങൾ 4 പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഇതിൽ പല പല പരിപാടികളാണ്. ഒന്ന് ഈ പാവകളി പോലെ ഒരാളവിടെ ഡോളൊക്കെ കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ചെന്ന് നമുക്ക് ഇരുന്ന് അവിടെ പാവകളി സംഭവം ഒന്ന് കാണാം. കുറച്ച് നേരം ഞങ്ങളത് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനത് മുഴുവൻ ഇതിനകത്ത് എഡിറ്റ് ഇട്ടിട്ടില്ല, കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ അതൊരു രസമായിരുന്നു കാണാൻ. നമ്മൾ ഇവിടെ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവിടുത്തെ ഒരു ഇത് എത്ര പ്രൊഫഷണലായിട്ടല്ലെങ്കിലും പക്ഷേ കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ട്. പിന്നെ വേറൊരു ഭാഗത്ത് ഈ മൺപാത്രം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. ഒരാളായിരുന്നു അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പേരത് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ ഗ്രൗണ്ടാണ്. നല്ല പുൽത്തകടിയൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഇരിക്കാം, വർത്തമാനം പറയാം. കുടുംബങ്ങളായിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവിടെയൊക്കെ നമുക്ക് ഓടിച്ചാടി നടക്കാം, പിള്ളേർക്കോ ആർക്കായാലും. പക്ഷെ ഭയങ്കര രസമാട്ടോ അവിടെ. നല്ല ആംബിയൻ്റാണ്. ഇപ്പോൾ ഇതൊരു ഹോട്ടലാണെന്ന് തന്നെ തോന്നില്ല, നമ്മളേതൊരു പാർക്കിലോ അങ്ങനെ എന്താ വന്ന പോലെ. പിന്നെ ഈ ഗുജറാത്തിൻ്റെ പാരമ്പര്യം ഒക്കെ വിളിച്ചു പോകുന്ന വിധത്തിൽ ചാണകവരലികൾ ചുമരിലൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അതിൻ്റെ മോഡലുകളാണ്. പിന്നെ പഴയ കാലത്ത് പാത്രങ്ങളും പിന്നെ അടുപ്പിൻ്റെയൊക്കെ മോഡൽ, നമ്മുടെ സാധാരണ വിറകടുപ്പ് അവിടുത്തെ സ്ത്രീകൾ എങ്ങനെയാണ് പാചകം ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു രൂപങ്ങളും അങ്ങനെയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പഴയ പാത്രം, പിന്നെ തൈര് കടയുന്നത്, അങ്ങനെ പലതും. എന്നിട്ട് അത് എല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇവിടെ പശുവാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇത്. അത് ഈ ഹോട്ടലിൻ്റെ മുന്നിലും അത് വെച്ചിട്ടുണ്ട്. അകത്തും അതേപോലെ പശുവിൻ്റെ രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം, ഒരു മരത്തിൻ്റെ മിനിയേച്ചർ. പിന്നെ അങ്ങനെ കുറച്ചിങ്ങനെ ഞങ്ങൾ മുന്നിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടുപാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയപ്പോൾ അവിടെ ഗുജറാത്തിലെ ഒരു ഗാനം എന്ന് വെച്ചാൽ ഫോക്ക് ഗാനമാണെന്ന് തോന്നുന്നു. അതവിടെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് ആരും കാണാനൊന്നുമില്ല, ചിലരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം നോക്കി ഇരുന്നു. പക്ഷേ കുഴപ്പമില്ല, ആദ്യമായിട്ട് കേൾക്കുമ്പോൾ രസമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഇവിടെ പഴയ കാലത്തെ കിണർ, നമ്മുടെ സാധാരണ കിണറിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വാതിൽ കൂടിയുണ്ട്, ഒരു കവാടമുണ്ട്. അത് കയറി ചെന്നാലാണ് നമുക്ക് ശരിയായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം എത്തുന്നത്. അവിടെ മെയിൻ കോഴ്സ് കഴിക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ സൂപ്പ്, പിന്നെ പാസ്ത, പിന്നെ നൂഡിൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. ഇവിടെയുണ്ട് സാധനം. അത് വളരെ തന്ന ചെക്കൻ നമ്മളെ ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷത്തോടു കൂടി നമുക്ക് വിളമ്പി തരുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു, ഈ ഭക്ഷണം കഴിക്കേണ്ട ഏരിയയിലേക്ക്. ഇതാണ് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ചെറിയ കവാടം. അവിടെ നമ്മൾ ബില്ല് കൊടുത്ത് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ 4 കെട്ടിനെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ വിശാലമായ ഒരു നടുമുറ്റത്തോട് ഒരു വരാന്ത ഇങ്ങനെയുണ്ട്. ഒരു വരാന്തയും പിന്നെ ചുറ്റും നടുവട്ടവും അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ രസമായിട്ടൊരു കാഴ്ചയുണ്ട്. നമ്മുടെ മൺകുടം ഇങ്ങനെ തലകീഴൊക്കെ കെട്ടിത്തൊട്ടിട്ട് അതിനകത്ത് ലൈറ്റ് ഇട്ടിട്ട് ഒരു സംഭവമുണ്ട്. അത് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നു. ഈ കാണുന്ന കുടത്തിനകത്തോടെ വെള്ളം വരുന്ന സംഭവങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ കാണുന്ന വരാന്തകളിൽ ഇരുന്നിട്ടാണ് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്. ഈ ഭക്ഷണം കഴിക്കുന്നത് ഇവിടുത്തെ പരമ്പരാഗത രീതിക്ക് അനുസരിച്ചുള്ള ഭക്ഷണങ്ങളാണ്. ഗുജറാത്തി ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഗുജറാത്തി ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിലത്ത് ഇരുന്ന് വേണം നമ്മൾ കഴിക്കാൻ. പിന്നെ അധികം ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവർ കസേര പ്രായമായവർക്കൊക്കെ കൊടുക്കും. ഞങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്തു. ഞാനും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആഷി സാറും കൂടി ചമ്മറം പടഞ്ഞിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഇരിക്കാൻ ഒരുമാതിരി നമ്മളിരുന്ന് സെറ്റായി. പിന്നെ ഇരുന്നതിന് ശേഷം നമുക്ക് ഭക്ഷണം വന്നു. ഭക്ഷണം എന്തൊക്കെയാണ് എന്നുള്ള പേര് ഈ സാഗർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒന്നും ഓർമ്മയില്ല.
എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ. ഇത് നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള സംഭവമാണ്. ഇഷ്ടംപോലെ നെയ്യാണ് ഈ വാരിക്കൂരി ഒഴിക്കുന്നത്. അതിൻ്റെ കൂടെ പരിപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അങ്ങനെ ഒരു കറി, പിന്നെ മധുരമുള്ള ഖീർ, പിന്നെ നമ്മുടെ കേസരി പോലത്തെ ഒരു സംഭവമുണ്ട്, അതും നല്ല നെയ്യിനകത്ത് ഉണ്ടാക്കിയത്. പിന്നെ വേറെ എന്തൊക്കെയോ മധുരമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ കറികൾ, പേരൊന്നും നമുക്കറിയത്തില്ല എന്തൊക്കെയാണോ. പിന്നെ ഇത് കട്ട്ലേറ്റ് പോലത്തെ ഒരു സംഭവം കൂടി കൊണ്ടു തന്നു, ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയതാണ്. അത് ടേസ്റ്റായിരുന്നു സംഭവം. ഭക്ഷണം എല്ലാം ഭയങ്കര ടേസ്റ്റാണ്. ഈ എല്ലാ ഭക്ഷണവും ഇതിവിടെ ഈ ഹോട്ടലിലെ ഭക്ഷണ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 7 മണി മുതൽ 10:30 വരെയാണ്. അതിൻ്റെ ഉള്ളിൽ എല്ലാ ആൾക്കാരെയും ആ സമയത്ത് വരുന്ന എല്ലാ ആൾക്കാർക്കും ഭക്ഷണം കൊടുക്കും. ഈ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 450 രൂപയാണ്. 450 രൂപയ്ക്ക് നമുക്ക് കണ്ട അവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. നമുക്കൊരു പാർക്കിൽ ചെല്ലുന്ന ഒരു പ്രതീതിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. കൂടാതെ ഈ ഭക്ഷണവും ഉണ്ടാവും. എന്തായാലും ഞങ്ങൾ ഈ ഭക്ഷണം എല്ലാം കൂടി നല്ല പനീറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വെണ്ടയ്ക്ക കൊണ്ടുള്ളൊരു മസാലക്കറിയും, ഉരുളക്കിഴങ്ങ് അരച്ച് അതൊരു ഉണ്ടയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി, പിന്നെ ഈ പപ്പടം, പിന്നെ ചപ്പാത്തി, പിന്നെ ഒരു പൊറോട്ട എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ റാഗി കൊണ്ടുണ്ടാക്കുന്ന പോലത്തെ ഒരു റാഗിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഉണ്ടാക്കുന്നൊരു ദോശ. അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് സാധനമുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കിച്ചടി കൂടിയുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കിച്ചടി ഭയങ്കര രസമാണ്. ചോറ് നന്നായിട്ട് കുഴച്ചിട്ട് അതിനകത്ത് മറ്റേ നിലക്കടലയും കാര്യങ്ങളൊക്കെ ഇട്ട് നെയ്യ് ഒഴിച്ച് പിന്നെ ഈ പരിപ്പ് കറി കൂട്ടി തിന്നാൻ പറ്റുന്ന ഒരു സംഭവം. ഇതെല്ലാം കൂടി കഴിച്ച് ഫുള്ളായി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി ബാക്കിയുള്ളവരുടെ ഭക്ഷണം എങ്ങനെയൊക്കെ കഴിക്കുന്നതെന്നൊക്കെ എല്ലാം നോക്കി ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് പുറത്തേക്ക് തിരിഞ്ഞു. സംഭവം ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഈ ഏകദേശം ഒരു 2-2.5 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു ഹോട്ടൽ നിൽക്കുന്നത്. അപ്പം ആൾക്കാരവിടെ, ഞങ്ങൾ ആദ്യം ഒരു ശനിയാഴ്ച അവിടെ പോയി നോക്കിയിരുന്നു വൈകുന്നേരം. പക്ഷേ അവിടെ ഭയങ്കര തിരക്ക് കാരണം അങ്ങോട്ട് അടുക്കാൻ പറ്റിയില്ല. ഏകദേശം ഒരു 100-300 കാറ് തന്നെ അവിടെ മുന്നിൽ കിടക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച ഇവിടെ കല്യാണം എന്തോ നടക്കാമെന്നാണ്. അതൊന്നുമില്ലായിരുന്നു, ഈ ഹോട്ടലിലേക്ക് വരുന്ന ആൾക്കാരാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് അവിടെ പോയത്. ചൊവ്വാഴ്ച രാത്രി ചെന്ന് സാഗർ 6 മണിക്ക് തന്നെ ബുക്ക് ചെയ്തു. 6 മണിക്ക് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് 9 മണിക്കുള്ള ടൈമാണ് കിട്ടിയത് ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ പോയി ഈ ഭക്ഷണം കഴിച്ച് ഇതെല്ലാം ആസ്വദിച്ച് പിന്നെ പോരുന്ന വഴിക്ക് അവർ തലപ്പാവ്, ഗുജറാത്തികളുടെ തലപ്പാവൊക്കെ കെട്ടിത്തരും. അതേപോലെ ഒന്ന് ഞങ്ങളും കെട്ടി ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ചു പോയി. പക്ഷെ എന്തായാലും ഒരു പ്രത്യേകതരം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ഒരു ഹോട്ടൽ, ഒരു വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ട് ഭക്ഷണവും നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ മടങ്ങി.